എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം, ശുഭദിനം ആശംസിക്കുന്നു. നമ്മുടെ 14-ാം ദിവസത്തെ രാമായണത്തിൻ്റെ ഭാഗമാണിതും. ലക്ഷ്മണോപദേശം. ഇത് ടെക്സ്റ്റിൽ 4 പേജുണ്ട്. എന്നാലും അത് പറയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വേറെ വീഡിയോ ആക്കി വിടുന്നത്. ഇനി എല്ലാവരും ഇതും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലക്ഷ്മണോപദേശം എന്ന ഭാഗം ശ്രീരാമ ലക്ഷ്മണന്മാർ അങ്ങനെ സീതാസമേതം പഞ്ചവടിയിൽ താമസിച്ചു വരവേ ഒരു ദിവസം ശ്രീരാമനും ലക്ഷ്മണനും മാത്രമായിട്ടിരിക്കുന്ന അവസരത്തിൽ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് തൊഴുത് വിനയത്തോടുകൂടി ഇങ്ങനെ അപേക്ഷിക്കുകയാണ്: ഭഗവാനെ, എനിക്ക് മുക്തിമാർഗത്തെ ഉപദേശിച്ചു തരണം. അവിടുത്തെ പരമഭക്തനായ അടിയനോട് എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനം അകലും വണ്ണം ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം ഇവയെല്ലാം എന്തെന്നും ഇവയുടെ അടയാളങ്ങൾ എന്തെല്ലാമാണെന്നും അരുളി ചെയ്യണം. ദയവായി അരുളി ചെയ്താലും ഈ ഭൂമണ്ഡലത്തിൽ അങ്ങല്ലാതെ മറ്റാർക്കും ഇവയെക്കുറിച്ച് ശരിയാം വണ്ണം ഉപദേശിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇത് കേട്ടതും ശ്രീരാമൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ്: കേട്ടാലും ലക്ഷ്മണ, ഇത് വളരെ ഗോപ്യമായിട്ടുള്ള ഒരു ഉപദേശമാണ്. കേട്ട് കഴിയുമ്പോൾ നിൻ്റെ ഉള്ളിലുള്ള ആ ഭ്രമമെല്ലാം, വികല്പമെല്ലാം മാറിപ്പോകും. ആദ്യമായി ഞാൻ മായാസ്വരൂപത്തെക്കുറിച്ച് തന്നെ പറയാം. അതിനുശേഷം ജ്ഞാനം നേടാനുള്ള ഉപായം, പിന്നെ വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനം എന്തെന്ന് പറയാം. പിന്നെ അറിയേണ്ടത് ആത്മസ്വരൂപവും പരമാത്മസ്വരൂപവുമാണ്. ആ പരമാത്മാവിനെ കുറിച്ച് അറിയുമ്പോൾ മായാസംബന്ധമായ ഭയമെല്ലാം നീങ്ങും. ഇങ്ങനെ ആത്മാവല്ലാതെയുള്ള മറ്റു വസ്തുക്കളിൽ ആത്മാവുണ്ടെന്ന് തോന്നുന്നത് മായയാലാണ്. അത് അതുകൊണ്ട് തന്നെയാണ് ഈ ലൗകിക ചിന്തയുണ്ടാകുന്നത്. മായയ്ക്ക് വിക്ഷേപം, ആവരണം എന്നിങ്ങനെ 2 രൂപങ്ങളുണ്ട് എന്നറിയുക. സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നുമുള്ള ഭേദങ്ങളോടുകൂടിയ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് ആ മായയുടെ ആ വിക്ഷേപം എന്ന രൂപത്താലാണ്. സൂക്ഷ്മരൂപങ്ങൾ മുതൽ വളരെ വലിയ സ്ഥൂലങ്ങളായതുവരെയുള്ള ആ അവിദ്യാരൂപമെന്ന് അതിനെ അറിയുക. സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ഈ അവിദ്യ തന്നെയാണ്. അടുത്തത് ജ്ഞാനസ്വരൂപിണിയായ വിദ്യയെ ജ്ഞാനസ്വരൂപിണിയായ വിദ്യയാണ് അടുത്തത്. ആനന്ദപ്രാപ്തിക്ക് കാരണമാകുന്നതും ഈ വിദ്യ തന്നെയാണ്. മനുഷ്യനാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസ്സിൽ ഓർമ്മിക്കുന്നതും എല്ലാം സ്വപ്നം പോലെ തോന്നിപ്പിക്കുന്നതും മായയുടെ ഈ പ്രഭാവത്താൽ തന്നെയാണ്. ഈ മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചം അതും ഒരു തോന്നലാണ്. കയറി കിടക്കുന്നത് കണ്ടിട്ട് നമുക്ക് തോന്നും അത് പാമ്പാണെന്ന്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: രഞ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ എന്ന്. എന്തോ ഒന്നുണ്ട്, പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളത് അറിയാൻ ശ്രമിക്കില്ല. അങ്ങനെ ഇല്ലാത്ത വസ്തുക്കളെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിൻ്റെ ആ വികല്പമാണ്. മായാവൈഭവം ഒന്ന് മാത്രം കൊണ്ടാണ് ഇങ്ങനെ ഈ തോന്നലുണ്ടാകുന്നത്. അവിദ്യ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പരമാത്മജ്ഞാനമുള്ളവർക്ക് അപ്രകാരമുള്ള വികല്പം ഉണ്ടാകുന്നില്ല. സംസാര ബന്ധത്തിന് മൂലകാരണം ദേഹമാണെന്ന് അറിഞ്ഞാലും ലക്ഷ്മണ, ഈ ദേഹം മൂലമാണ് മറ്റ് സാംസാരിക ബന്ധങ്ങളെല്ലാം സംഭവിക്കുന്നത്. ലക്ഷ്മണ, അറിയുക, ദേഹമായത് പഞ്ചഭൂത സഞ്ചയമാണ്. ഈ ദേഹസംബന്ധം മായാവൈഭവം തന്നെയാണ്. ദേഹം എന്ന് പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 പ്രാണങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം എന്നീ 4 അന്ധകരണവൃത്തികൾ ഇവ കൂട്ടിച്ചേർന്നിരിക്കുന്നതാണെന്നുള്ള അറിയുക. കർമ്മേന്ദ്രിയങ്ങളായ വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം. ഇനി ജ്ഞാനേന്ദ്രിയങ്ങൾ ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, രസന, ഘ്രാണേന്ദ്രിയം. ഇവർക്കൊക്കെ ഓരോ ദേവതമാരുമുണ്ട്. അതുപോലെ തന്നെ മനസ്സിൻ്റെ ദേവത ചന്ദ്രൻ, ബുദ്ധിയുടെ ദേവത ബ്രഹ്മാവ്, അഹങ്കാരത്തിൻ്റെ രുദ്രൻ, ചിത്തം വിഷ്ണു. അതുപോലെ തന്നെ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ ആണെങ്കിൽ പാണി, ഇന്ദ്രനാണ് പാണിയുടെ ദേവത. വാക്കിൻ്റെ ദേവത അഗ്നി, പാദത്തിൻ്റെ ദേവത, പാദങ്ങളുടെ ദേവത അച്യുതൻ. പായുവിൻ്റെ ദേവത മിത്രൻ, ഉപസ്ഥം ബ്രഹ്മാവ്. ശ്രോത്രത്തിൻ്റെ ദേവത ദിഗ്ദേവതയാണ്. അതുപോലെ ത്വക്ക് വായുദേവത, ചക്ഷുസാർക്കൻ, രസന വരുണദേവത, ഘ്രാണേന്ദ്രിയത്തിൻ്റെ ദേവത പാശി. അങ്ങനെ അതെനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയത്. ശനിദേവകളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി എന്തായാലും ഇവയെല്ലാം ആ മൂലപ്രകൃതിയായ മായയുടെ സൂക്ഷ്മ സൃഷ്ടികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാണേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അതുപോലെ അന്ധകരണ വൃത്തികൾ ഇവയെല്ലാം കൂടിച്ചേർന്ന പഞ്ചഭൂത സഞ്ചയമായ ഈ ദേഹം. അതുപോലെ ഈ ശരീരത്തിന് ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവനാണ് നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ജീവാത്മാവ് തന്നെയാണ്
നിശ്ചലനും നിരാമയനുമായ ആ പരമാത്മാവ്. ആ മായയുടെ സൃഷ്ടികളിൽ പരമാത്മാവ് തൻ്റെ ചൈതന്യത്തെ പ്രവേശിപ്പിച്ചിട്ട് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചൈതന്യമാണ് ജീവൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലക്ഷ്മണ, ഈ ജീവാത്മ സ്വരൂപത്തെ അറിയാനുള്ള ഉപാധികളെ കേട്ടുകൊള്ളുക. അടുത്തതായിട്ട്, ജീവാത്മാവെന്നും പരമാത്മാവെന്നും പറയുന്നത് രണ്ടല്ല, അതൊന്നു തന്നെയാണ്. കേവലം പര്യായ പദങ്ങളാണ്. കേശവൻ എന്നാൽ വിഷ്ണു, അച്യുതനും വിഷ്ണു തന്നെ. അതുപോലെ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും. അവയ്ക്ക് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടും ഒന്ന് തന്നെയാകുന്നു. വ്യത്യാസമുണ്ടെന്നും രണ്ടാണെന്നും പറയുന്നത് അജ്ഞാനികളാണ്. അഭിമാനം, അപമാനം, ഡംഭം, ഹിംസ, വക്രത്വം, കാമം, ക്രോധം ഇത്യാദി ദ്വേഷാദി ചിന്തകൾ മനസ്സിൽ നിന്ന് കളഞ്ഞ് മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് സമബുദ്ധിയോടെ ഒന്നിലും കൂടുതൽ ആസ്ഥയില്ലാതെ അഹം എന്ന ഭാവം അകലെ കളഞ്ഞിട്ട് അനുദിനം ഭക്തിയോടുകൂടി ഗുരുസേവ ചെയ്ത് ചിത്തശുദ്ധിയോടെ ദേഹശുദ്ധിയോടെ ആ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്താതെ സത്യത്തെ മുറുകെ പിടിച്ച് ആനന്ദസ്വരൂപനായി മനസ്സിനെയും വാക്കിനെയും ദേഹങ്ങളെയും അടക്കി, അതായത് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കാതെ, ഉള്ളിൽ ജനനം മരണം ഇവയെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ, അഹങ്കാരമില്ലാതെ സമഭാവനയോടെ സർവാത്മാവാകുന്ന എന്നിൽ ഉറച്ച മനസ്സോട് നിത്യവും രാമമന്ത്രം ജപിച്ച് പുത്രന്മാർ, ഭാര്യ, ധനം എന്നിങ്ങനെയുള്ള സ്വാർത്ഥ ചിന്തകളെ വെടിഞ്ഞ് ഒന്നിലും ആസക്തിയില്ലാത്തവനായി, ആഗ്രഹമില്ലാത്തവനായി, ഹിതാഹിതങ്ങളിൽ തുല്യമാനസനായിട്ട്, അതായത് ഇഷ്ടവസ്തുക്കൾ ലഭിക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം കൂടില്ലേ, അതുപോലെ നിരാശ വരുമ്പോഴോ അനിഷ്ടം സംഭവിക്കുമ്പോഴോ ദുഃഖിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുക. സന്തുഷ്ടനായി വിധിയാവണ്ണം ശുദ്ധസ്ഥലേ വസിക്കണമെന്ന് പറഞ്ഞാൽ ഏകാന്തനായി ഏകാഗ്രചിത്തനായിട്ട് പ്രാർത്ഥിക്കണമെന്നർത്ഥം. ദുഷ്ടന്മാരുമായി സംഘം ഉണ്ടാകാതെ ഇരിക്കുക. വേദാന്ത വാക്യങ്ങൾ അർത്ഥത്തോടുകൂടി അർത്ഥസഹിതം പഠിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് എല്ലാം പരമാത്മാവിൽ സമർപ്പിച്ചാൽ ആത്മജ്ഞാനം ഉണ്ടാകും. ഒന്നിനെക്കുറിച്ചും വികല്പം ഉണ്ടാകുകയില്ല എന്നറിയുക. ലക്ഷ്മണ, ഏതൊക്കെയാണോ സാത്വിക ഭാവങ്ങൾ, ഏതൊക്കെയാണോ രാജസങ്ങളും താമസങ്ങളുമായ ഭാവങ്ങൾ, അവയെല്ലാം എന്നിൽ നിന്നുണ്ടായവയാണെന്ന് അറിയുക. എങ്കിലും ഞാൻ അവയിലില്ല, അവ എന്നിലാകുന്നു ഉള്ളത്. യാതൊരുവൻ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായയെ തരണം ചെയ്യുന്നു. ദുരാചാരികളും മൂഢന്മാരും മായയുടെ പ്രഭാവത്താൽ ജ്ഞാനം നഷ്ടപ്പെട്ടവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ജ്ഞാനം നേടിയവൻ അനേക ജന്മങ്ങളുടെ അവസാനത്തിൽ എല്ലാം ഞാനാണെന്ന ചിന്തയോടെ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയുള്ളവർ വളരെ ദുർലഭം തന്നെ. പ്രയത്നിക്കുന്നവർ, തങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവിനെ പ്രയത്നിക്കുന്നവർ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആ പരമാത്മതത്വം അറിയാനായി, ആ പരമാത്മാവിൽ ലയിക്കാനായി, മോക്ഷത്തിനായി പ്രയത്നിക്കുന്നവരാണ് കേട്ടോ. അങ്ങനെയുള്ളവർ ഈ ആത്മാവിനെ ദർശിക്കുന്നു. പ്രയത്നിച്ചാലും ജീവാത്മാവിനെ തിരിച്ചറിയാത്തവർക്ക് അവരുടെ ബുദ്ധിഹീനത കൊണ്ട് ആ സത്യം മനസ്സിലാകാതെ പോകുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ദേഹം, ബുദ്ധി, പ്രാണൻ, അഹങ്കാരം, മനസ്സ് ഇവയൊന്നുമല്ല. ഇവയിൽ നിന്നെല്ലാം മേലെയാണ് ആത്മാവിൻ്റെ സ്ഥാനം. ആ ആത്മാവിനെ അറിയാത്തവർക്ക് പരമാത്മജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ആ പരമാത്മാവ് ശുദ്ധമായും അവ്യക്തമായും ഇരിക്കുന്നു. ജ്ഞാനം കൊണ്ട് മാത്രമേ അതിനെ തിരിച്ചറിയാൻ സാധിക്കൂ. ആ ജ്ഞാനം തന്നെയാണ് എന്നെ തിരിച്ചറിയാനുള്ള ഉപാധി. ആ ജ്ഞാനം ഉണ്ടാകുന്നത് വിജ്ഞാനം ഉണ്ടായാൽ മാത്രമാണ്. ആ വിജ്ഞാനം കൊണ്ട് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. അതുവഴി പരമാത്മജ്ഞാനം ഉണ്ടാകും. ആ ആത്മാവ് പരിപൂർണനാണ്, ചിദാനന്ദ സ്വരൂപനാണ്, ത്രിഗുണങ്ങളോടുകൂടിയവനാണ്. ഒന്നിൽ നിന്നും വേർതിരിക്കാനാകാത്ത വിധം കൂടിച്ചേർന്നിരിക്കുന്നതാണ്. ഏകനാണ്, അദ്വയനാണ്, ശ്രേഷ്ഠനാണ്, അവ്യയനാണ്, ജഗന്മയനാണ്, യോഗേശ്വരനാണ്, അജനാണ്, അഖിലാധാരനാണ്, എല്ലാത്തിനും ആധാരമായത്. നിരാധാരനാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും ആധാരമല്ല. അപ്പോൾ നിത്യസത്യസ്വരൂപനാണ്. അതായത് ജ്ഞാനാദി ലക്ഷണങ്ങളോടുകൂടിയവനാണ്. ആ ബ്രഹ്മാത്മകനാണ്. ബുദ്ധി മുതലായ ആ ഉപാധികളിൽ നിന്നും വേറിട്ടവനാണ്. ഇനി മായാമയനാണ്, ജ്ഞാനം കൊണ്ട് ഉപഗമ്യനാണ്. അതുപോലെ തന്നെ യോഗികളിൽ വെച്ച് ഏകാത്മാവായവനാണ്. ആചാര്യന്മാരിൽ നിന്നും ഈ ശാസ്ത്ര സമൂഹങ്ങളിൽ നിന്നും ഉപദേശം മാത്രം കൊണ്ട് നേടുന്ന ഏകജ്ഞാനം, അതാണ് പരമാത്മാവ്. ജീവാത്മാവ്, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അന്ധകരണവൃത്തികൾ ഇവയെല്ലാം അതിൻ്റെ ദേവതകളിൽ ലയിച്ചതിന് ശേഷം അവസാനം പരമാത്മാവിൽ ലയിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് രണ്ടാകുന്നത്? രണ്ടല്ല, ഒന്ന് തന്നെയാണ്.
അങ്ങനെ ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുമ്പോഴുള്ള അവസ്ഥയാണ് മുക്തി. ഭഗവാനിൽ ലയിക്കുന്നു, വേർപെടുന്നതും ആത്മാവ്, ലയിക്കുന്നതും ആത്മാവ്. ജ്ഞാനം നേടണമെങ്കിൽ വിജ്ഞാനമാണ് അതിനുള്ള ഉപാധി. ആ വിജ്ഞാനത്തിനുള്ള ഉപാധി വൈരാഗ്യമാകുന്നു. അങ്ങനെ വിരക്തനായി തീരുമ്പോൾ ഒരേ ഒരു ചിന്ത മാത്രമേ കാണൂ, ആ ഭഗവത് രൂപം, ആ ഭഗവത് തൃപ്പാദങ്ങൾ. ആ പരമാനന്ദ സ്വരൂപമായ കൈവല്യ സ്വരൂപത്തെക്കുറിച്ച് ശരിയായ അറിവുള്ളവർ ആരും തന്നെ ഈ ലോകത്തിലില്ല. എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് അത് ദുർലഭം തന്നെ. എന്നിൽ ഭക്തിയുണ്ടെങ്കിൽ മോക്ഷം സിദ്ധിക്കും, ഒരു സംശയവും വേണ്ട. കണ്ണുകളുണ്ടെന്ന് വരികിലും ചിലർ കാണേണ്ട വസ്തുവിനെ കാണുകയില്ല. രാത്രിയിൽ ദീപമുണ്ടെങ്കിലേ നമുക്ക് നടക്കാൻ സാധിക്കൂ. ഇവിടെ ദീപം ഭഗവാനാണ്. എപ്പോഴും നമുക്ക് വഴികാട്ടാൻ, നേരായ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ദീപമായി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വിളങ്ങണം. നമ്മുടെ ഉള്ളിൽ ഭഗവത് ഭക്തിയാകുന്ന ആ ദീപം ജ്വലിച്ചു നിൽക്കണം. ആ ദീപം നമ്മുടെ ആത്മാവ് തന്നെയാണ്. ആ ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്നറിയുക. ഇനി ഭക്തിക്ക് കാരണമാകുന്നത് എന്തെല്ലാം എന്ന് കേട്ടാൽ ലക്ഷ്മണ, എൻ്റെ ഭക്തന്മാരായിട്ടുള്ളവരുമായി സംഘം, അതായത് സത്സംഗം, അത് നിത്യവുമായാൽ വളരെ നന്ന്. എൻ്റെ ഭക്തന്മാരെ എപ്പോഴും പറ്റുമെങ്കിൽ നിത്യവും കനിവോടുകൂടി സേവിക്കുക. ഇനി വ്രതാനുഷ്ഠാനങ്ങൾ, ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. ഇനി ഭക്തിയോടുകൂടി സേവിക്കുക. ഈ ഭക്തി 9 വിധമാണ് പറഞ്ഞിട്ടുള്ളത്. സ്മരണം, കീർത്തനം, വന്ദനം, പാദസേവനം, ശ്രവണം, ദാസ്യം, സഖ്യം, അർച്ചനം, ആത്മനിവേദനം. ഈ ഭഗവാനെ സേവിക്കാൻ ഇതിലേത് മാർഗം വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അനന്തരം പൂജാദികൾക്ക് ശേഷം ബ്രാഹ്മണർക്ക് ദാനം, ദക്ഷിണ എന്നിവ നൽകിയിട്ട് എൻ്റെ കഥകൾ കേൾക്കുക. സന്തോഷത്തോടുകൂടി എൻ്റെ അനേകം നാമങ്ങളെ പ്രകീർത്തിക്കുക. അങ്ങനെ ചെയ്താൽ അവർക്ക് എന്നിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകും. ഈ ഭക്തി ഉണ്ടായാലോ അവർ പിന്നെ ഉത്തമോത്തമന്മാരായി മാറും. അതായത് അവർ ശ്രേഷ്ഠന്മാരാണ്, അവർ കുറച്ചും കൂടി ശ്രേഷ്ഠന്മാരായിട്ട് മാറും. അവർക്ക് മറ്റൊന്നും വേണ്ട, പിന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അതാണ് എൻ്റെ ഭക്തനായാൽ പിന്നെ, ആ ഭക്തിയുക്തനായാൽ പിന്നെ ജ്ഞാനവിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ തന്നെ സദ്യ സംഭവിച്ചിടും മുക്തിയും, അപ്പോൾ തന്നെ മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. ആ ഭഗവത് സായുജ്യത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നർത്ഥം. നീ എന്നോട് ഇപ്രകാരം ചോദിക്കുക വഴി മോക്ഷമാർഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു. ഇത് അങ്ങനെ പറയാൻ പാടുള്ളതല്ല, കാരണം അത്യന്തം രഹസ്യമയമാണ്. അതിനാൽ ഭക്തന്മാർക്ക് മാത്രമേ ഉപദേശിക്കാവൂ. ഭക്തനായിട്ടുള്ളവൻ ചോദിച്ചില്ലെങ്കിൽ പോലും അവനോടിത് നമുക്ക് ഉപദേശിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പറയാവുന്നതാണ്. എന്നിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ഉള്ളവൻ ഈ ഉപദേശം നിത്യവും പാരായണം ചെയ്താൽ അവൻ്റെ അജ്ഞാനമകന്നു പോവും. അതുകൊണ്ട് തന്നെ ഭക്തന്മാരായ യോഗീശ്വരന്മാരുടെ കൈപ്പിടിയിൽ തന്നെയാണ് മുക്തി എന്നാണ് പറഞ്ഞത്. അതായത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് മോക്ഷം സിദ്ധിക്കും. അങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഈ മോക്ഷം. ഭഗവാനെ ഉപാസിക്കുന്നവർ, ഭഗവത് ഭക്തിയിൽ വിശ്വസിക്കുന്നവർ, ഭഗവത് ഭക്തിയുള്ളവർ, ഭക്തന്മാർ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും മുക്തി സിദ്ധിക്കും, ഭഗവത് സായുജ്യം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മണോപദേശം ഇവിടെ അവസാനിക്കുന്നു. ആ ആരണ്യകാണ്ഡത്തിൽ ഇത് എല്ലാവരും പറ്റുമെങ്കിൽ ഇത് പറ്റുന്നത്രയും ഷെയർ ചെയ്യണം, വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കേട്ട് മനസ്സിലാക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് പറ്റുന്നിടത്തോളം മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇത്രയും ചെറിയ ജ്ഞാനം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു.